ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. എൻ്റെ പൊന്നു മക്കളെ, നമ്മളെ 10ാം ക്ലാസ്സിലെ ഫിസിക്സിനകത്ത് ടോട്ടൽ 7 ചാപ്റ്ററുകളാണ് വരുന്നത്. ഈ 7 ചാപ്റ്ററുകൾ വളരെ കട്ടുകെട്ടിയായിട്ടുള്ള ചാപ്റ്ററാണ്. എങ്കിലും നിങ്ങൾ എന്താണ് ഭാഗ്യവാന്മാർ. ഈ തലക്കെട്ട് കണ്ടു വന്ന കുറേ കുട്ടികളുണ്ടായിരിക്കും, സാറേ ഫുള്ള് ചാപ്റ്റർ ടഫാണ്, പിന്നെ എങ്ങനെ ഞങ്ങൾ ഭാഗ്യവാന്മാരാ? എല്ലാം ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പം മാക്സിമം എല്ലാവരും ഞാൻ പറയുന്ന വാക്കുകളിലേക്കും സ്ക്രീനിലേക്കും മാത്രമായിരിക്കട്ടെ ശ്രദ്ധ. ഞാനൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരും. അപ്പം എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. നമ്മൾ 9ാം ക്ലാസ്സിലെ ഫിസിക്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 10ാം ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ 9ഒക്കെ വളരെ സിമ്പിൾ ആയിരുന്നു. അപ്പോൾ പല കുട്ടികളും വിചാരിക്കും, സാറ് 9ാം ക്ലാസ്സിലെ ഫിസിക്സ് ഭയങ്കര ടഫ് അല്ലേ? അപ്പോൾ അതിനേക്കാൾ കടുകട്ടിയായിട്ടുള്ള ചാപ്റ്ററാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു സബ്ജക്റ്റിനെ പോലും ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, താരതമ്യം ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ബയോളജി ആയാലും കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും SS ആയാലും അങ്ങനെയുള്ള സബ്ജക്റ്റുമായിട്ട് നിങ്ങൾ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. അപ്പോൾ ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ 7 ചാപ്റ്റർ ഉണ്ടല്ലോ, ആ 7 ചാപ്റ്ററും വളരെ ടഫാണ്. പക്ഷെ നിങ്ങൾ അത് ഏത് രീതിയിൽ പഠിക്കണം, എങ്ങനെ പഠിക്കണം, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരും. അപ്പൊ ഇതിൽ ആദ്യത്തെ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സൗണ്ട് വേവ്. 9-ആയിട്ട് യാതൊരു ബന്ധമില്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സൗണ്ട് വേവ് ശരിക്കും നിങ്ങൾ 9ാം ക്ലാസ്സിൽ ചാപ്റ്റർ പഠിച്ചിട്ടില്ലേ? പക്ഷെ അത് അതിനകത്ത് ബേസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മൾ 10ലേക്ക് എത്തുമ്പോൾ ആ സൗണ്ട് വേവ് എന്നുള്ള ചാപ്റ്ററിനകത്ത് ഒരുപാട് വലിയ കാര്യങ്ങൾ പഠിക്കുന്നു. ഇക്വേഷൻ പഠിക്കുന്നു, പ്രോബ്ലം പഠിക്കുന്നു, നമുക്കൊരു വേവുകൾ തരുന്നു, അതിനെ ബേസ് ഇട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ പഠിക്കണം. രണ്ടാമതൊരു ചാപ്റ്റർ എന്നാൽ ലെൻസ്. നിങ്ങൾ 9ാം ക്ലാസ്സിൽ ലെൻസ് പഠിച്ചിട്ടുണ്ടോ? വേണ്ട. 8ാം ക്ലാസ്സിൽ നിങ്ങൾ ലെൻസ് പഠിച്ചിട്ടുണ്ടോ? 8ാം ക്ലാസ്സിൽ നിങ്ങൾ മിററാണ് പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ലെൻസ് എന്നുള്ള പുതിയൊരു ചാപ്റ്ററാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു 7 ചാപ്റ്റർ നമുക്ക് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ സമയത്ത് പഠിക്കണം ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യത്തെ നമുക്കൊരു ഫസ്റ്റ് ടൈം എക്സാം. അപ്പൊ ഇപ്പൊ തന്നെ സാറേ എക്സാമിനെ കുറിച്ച് ചിന്തിക്കണോ? ഇപ്പൊ തന്നെ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കോളൂ, ആദ്യത്തെ ഒരു 2.5 ചാപ്റ്ററാണ് നമുക്ക് ഫസ്റ്റ് ടൈം എക്സാമിന് വരിക. അതിനുശേഷം അടുത്തൊരു 2.5 ചാപ്റ്റർ സെക്കൻഡ് ടൈം എക്സാമിന് വരും. പിന്നെ നമുക്കൊരു മോഡൽ എക്സാമിന് ഫുൾ ചാപ്റ്റർ വരും. അത് കഴിഞ്ഞ ഒരു പബ്ലിക് എക്സാമിന് നമുക്ക് ഫുൾ ചാപ്റ്റർ. ഇത്രയും പരീക്ഷകളാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് സ്കൂൾ വരാൻ പോകുന്നത്. പക്ഷേ ഈ ചാപ്റ്ററുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കും. എവിടെ അറിയോ? നമ്മൾ സൈലത്തിന്റെ അസ്ത്ര ബാച്ചിൽ. അവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഭാഗ്യവാന്മാരെന്ന് ഞാൻ പറയാൻ കാരണം ഒന്നുമില്ല. എന്താ അറിയോ? ഫസ്റ്റ് ചാപ്റ്റർ സൗണ്ട് എന്നുള്ള ചാപ്റ്റർ ഒരു എക്സാമ്പിൾ 6 പാർട്ടിലൂടെയാണ് ഞാൻ പഠിപ്പിക്കുന്നത് വിചാരിക്കാം. ഒന്നാമത്തെ ഒരു പാർട്ട് ഞാൻ ക്ലാസ് എടുക്കും, ഏകദേശം ഒരു 1.5 മണിക്കൂറിന്റെ ക്ലാസ്. ആ ക്ലാസ്സിൽ ഞാൻ അന്ന് പഠിപ്പിക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിക്കും. പ്ലസ് അതോടൊപ്പം അതിനെ ബേസ് ആയിട്ടുള്ള പോൾ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു പാർട്ടിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. അങ്ങനെ രണ്ടാമത്തെ പാർട്ടിലും ഇതേപോലത്തെ അതിലെ കംപ്ലീറ്റ് കോൺസെപ്റ്റുകൾ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കും. പ്ലസ് അതിനോടൊപ്പം തന്നെ ഒരു പോൾ ക്വസ്റ്റ്യൻ ചെയ്യും. അങ്ങനെ നമ്മൾ ഒരു 5 പാർട്ട് കൊണ്ട് ഈ ചാപ്റ്ററിന് ഏകദേശം തീർന്നു എന്ന് വിചാരിക്കും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അതിനുശേഷം ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ലെറ്റേഴ്സിനകത്ത് വരുന്ന പ്രോബ്ലങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു റിവിഷൻ പോലെ എല്ലാ ഏരിയയും ഞാൻ നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യും, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഇതൊക്കെ കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞാൽ നമുക്കൊരു യൂണിറ്റ് ടെസ്റ്റ് ഉണ്ട്. ആ യൂണിറ്റ് ടെസ്റ്റിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ തരും. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അതിന്റെ ആൻസർ കീ എന്ത് ചെയ്യുന്നു എന്ന് ഡിസ്കസ് ചെയ്യുന്നു. അതോടുകൂടി ഈ ചാപ്റ്റർ ക്ലിയർ ആയിട്ട് പഠിച്ചു. പക്ഷെ ഇങ്ങനെയൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടുന്നേലും കിട്ടുമോ? ഇല്ല മക്കളെ, അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഭാഗ്യവാന്മാർ. നമ്മൾ സൈലത്തിന്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററുകളൊക്കെ ഈ രീതിയിലാണ് പഠിപ്പിക്കുക. അങ്ങനെ ഓരോ ചാപ്റ്ററുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലിയർ ആയിട്ട് കൺസെപ്റ്റുകൾ ക്ലിയർ ആക്കി പഠിപ്പിച്ചു തരും. പ്ലസ് അതിൻ്റെ ഒപ്പം തന്നെ യൂണിറ്റ് ടെസ്റ്റുകൾ നടക്കും, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടക്കും, അതിൻ്റെ റിവിഷൻ നടക്കും. അങ്ങനെ ഓരോ ചാപ്റ്ററും കട്ടുകട്ടിയായിട്ടുള്ള ഈ ചാപ്റ്ററുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, സിമ്പിളാക്കി മാറ്റി തരാൻ പോവാണ് ഞങ്ങൾ. അതിനാണ് നമ്മുടെ അസ്ത്ര ബാച്ച് ഉള്ളത്. അപ്പോൾ എൻ്റെ തീർച്ചയായിട്ടും മക്കൾ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറയാൻ കാരണം ഈ 7 ചാപ്റ്റർ നിങ്ങൾ സാധാ ഒരു അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല. പക്ഷേ ഞങ്ങളുടെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ കുട്ടികളോടും അല്ലെങ്കിൽ കുട്ടികളോടും ചോദിച്ചു നോക്കുക, എങ്ങനെയായിരുന്നു ചാപ്റ്ററൊക്കെ പഠിച്ചത്. അപ്പോൾ കട്ടുകട്ടിയായിട്ടുള്ള 7 ചാപ്റ്റർ ഉണ്ടല്ലോ, നമ്മൾ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററുകളും അതിൻ്റെ കൺസെപ്റ്റുകൾ ക്ലിയർ ആക്കി നമ്മൾ എന്ത് ചെയ്യും, സെറ്റാക്കി തരും. അപ്പോൾ നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. അപ്പോൾ നമുക്ക് അസ്ത്ര ബാച്ചിൽ തന്നെ 3 ബേസ് പ്ലാനുകൾ വരുന്നത്. അതായത് ബേസ് പ്ലാന്, ഇൻഫിനിറ്റി പ്ലാന്, ഇൻഫിനിറ്റി പ്രോ പ്ലാനുകൾ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി സമയം കളയാതെ വളരെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഇതിനകത്ത് ജോയിൻ ചെയ്യാം. ഇനി ഇത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഒരു ചാപ്റ്റർ കഴിഞ്ഞു എന്ന് വിചാരിക്കാം, ഫസ്റ്റ് ചാപ്റ്റർ തീർന്നു വിചാരിക്കാം. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഇൻസ്റ്റാ ലേൺ എന്ന് പറയും. അതായത് നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യാം, അതിൻ്റെ എല്ലാ ഭാഗങ്ങളൊക്കെ നോക്കി പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റാ ലേൺ. അതുമാത്രമല്ല, ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്, അതിനെ നമ്മൾ മൈൻഡ് മാപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം, മൈൻഡ് മാപ്പും അതേപോലത്തെ റിവിഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പേടിക്കേണ്ട ആവശ്യമുണ്ടോ?
ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളെ അസ്ത്ര ബാച്ചിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഒരു വർഷം ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് കിടുവായിട്ട് നമുക്ക് പഠിച്ച് സെറ്റാക്കാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പം തന്നെ മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് ഈ ഒരു വിഷുവിന് ശേഷം നമ്മൾ ചാപ്റ്ററുകളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് തുടങ്ങും. വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഏത് കടുകട്ടിയായിട്ടുള്ള ചാപ്റ്റർ ഉണ്ടെങ്കിലും ഞങ്ങൾ ഈ ഒരു വർഷം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട. എല്ലാ ചാപ്റ്ററുകളും ക്വസ്റ്റ്യൻ വൈസ് ചോദ്യ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സെറ്റാക്കി തരാൻ പോവാണ്. അപ്പം മാക്സിമം എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, പഠിക്കാൻ കോൺഫിഡൻസ് ഉള്ള ആളുകൾ അതിൻ്റെ താഴെ എന്ത് ചെയ്യുക, ഒരു മസിൽ ഇമോജി ഇട്ട് വയ്ക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു. GBU പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഈ ഒരു വർഷം അടിപൊളിയാക്കണം.